കഴിഞ്ഞ 3 ആഴ്ചകളിൽ അല്ലെങ്കിൽ ഇന്ന് കൂടെ ഇത് 4-മത്തെ ആഴ്ചയാണ് ബൈബിളിന്റെ നിസ്തുല്യത എന്നുള്ള നിലയിൽ എന്ന വിഷയം പത്തനംതിട്ട SBS-നോടുള്ള ബന്ധത്തിൽ ക്ലാസ്സുകൾ എടുക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം എൻ്റെ കേൾവിക്കാരായിട്ടുള്ള ആളുകളോട് ഒരു വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ വേഗത്തിലാണ് ഈ ക്ലാസ്സുകൾ ഞാൻ എടുത്തു പോയത്. പല വിഷയങ്ങൾ അല്പം കൂടെ വിശദമായിട്ടൊക്കെ പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്, വിശദമായിട്ട് പറയേണ്ടതുമാണ്, അല്ലെങ്കിൽ വിശദമായിട്ട് പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ ഓരോ പോയിന്റുകളും ഒരു പരിധിയിലധികം വിശദീകരിക്കാനായിട്ട് പോയാൽ ഇത് ഒരു പക്ഷേ അനന്തമായിട്ട് നീണ്ടുപോകാനായിട്ടും സാധ്യതയുണ്ട്. കാരണം ബൈബിളിന്റെ നിസ്തുല്യത എന്ന് പറയുന്നത് ഒരു ചെറിയ വിഷയമല്ല. മാത്രമല്ല, ഞാനിവിടെ ഈ പവർ പോയിന്റിന്റെ സഹായത്താൽ ചില കാര്യങ്ങളൊക്കെ, ചില സ്ലൈഡ്സ് ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലതൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും അതിന്റെ റെഫറൻസുകളൊക്കെ കുറിച്ചെടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എങ്കിലും പലരും ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് എത്രത്തോളം അത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, ഈ എടുക്കുന്ന വിഷയത്തിന്റെ ഒരല്പം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട് ഇംഗ്ലീഷിൽ എൻ്റെ കയ്യിലുണ്ട്. അത് PDF ആയിട്ട് എൻ്റെ കയ്യിലുള്ള ആ ഒരു കാര്യം, അത് ഞാൻ താല്പര്യമുള്ളവർക്ക്, ഇംഗ്ലീഷിൽ അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഏറെ പ്രയോജനപ്രദമായിരിക്കും. നമ്മുടെ PG ജെയിംസ് ചാന് ഞാനത് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. ആർക്കെങ്കിലും ആ നോട്ട് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങണം അല്ലെങ്കിൽ അത് വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ നോട്ട് അദ്ദേഹം ഫോർവേഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതിന്റെ വിശദമായിട്ടുള്ള, ഇന്ന് പറയാനായിട്ട് പോകുന്ന കാര്യത്തിന്റെയും വിശദമായിട്ടുള്ള കുറിപ്പുകൾ അതിനകത്തുണ്ട്, റെഫറൻസുകളുണ്ട്. മനസ്സിലാക്കാനായിട്ട്, അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാനായിട്ട് അറിയാവുന്നവർക്ക് അത് മനസ്സിലാക്കാനായിട്ടും ഉൾക്കൊള്ളാനായിട്ടും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള കാര്യം പ്രാരംഭമായിട്ട് അറിയിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ബൈബിളിന്റെ ദൈവനിശ്വാസ്യത എന്നുള്ള വിഷയമാണ് ചിന്തിച്ചത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് വേദപുസ്തകം ദൈവനിശ്വാസ്യമാണ്, അല്ലെങ്കിൽ ബൈബിൾ നിസ്തുല്യമാണ്, ബൈബിൾ ദൈവവചനമാണ് എന്നുള്ളതിന്റെ തെളിവുകളായിട്ട് 4 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പ്രസന്റ് ചെയ്തു. ഒന്ന്, അതിന്റെ അതിശയകരമായിരിക്കുന്ന ഐക്യം എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ഞാനത് വിശദീകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. രണ്ടാമത്തേത്, അതിന്റെ അവിനാശത്വം. വേദപുസ്തകത്തെ നശിപ്പിക്കാനായിട്ട് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ മതപരമായിട്ടും തത്വജ്ഞാനികളായിട്ടും ഒക്കെയുള്ള പല ശ്രമങ്ങൾ നടന്നു. എന്നാൽ ഇതൊന്നും വിജയിക്കാൻ കഴിയാതെ വേദപുസ്തകം അതിന്റെ ചൈത്രയാത്ര ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്, വേദപുസ്തകം ദൈവവചനമാണ്, അത് അതുല്യമാണ്, അതിനെ നശിപ്പിക്കാനായിട്ട് ആർക്കും കഴിയുകയില്ല എന്നുള്ളതിന്റെ തെളിവാണ്. മൂന്നാമത് നമ്മൾ പരിശോധിക്കുന്നതായിരിക്കുന്ന കാര്യം എന്നുള്ളത് ബൈബിളിന്റെ ചരിത്രപരമായിരിക്കുന്ന കൃത്യതയാണ്. ചരിത്രപരമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തുമാത്രം കൃത്യമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നാം പരിശോധിക്കുകയുണ്ടായി. അവസാനമായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ബൈബിളിന്റെ ശാസ്ത്രീയമായിരിക്കുന്ന കൃത്യത എന്നുള്ള വിഷയമാണ്. വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ശാസ്ത്രീയമായിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും അത് വളരെ കൃത്യമാണ്. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും കാര്യത്തെ ശാസ്ത്രീയമായിട്ട് അത് തെറ്റാണ് എന്ന് തെളിയിക്കാനായിട്ട് ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ പോലെ ചരിത്രത്തിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് പലതും ആളുകൾക്ക് വെളിപ്പെട്ട് കിട്ടാനുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള പല കാര്യങ്ങളും ആളുകൾക്ക് വെളിപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഇന്നും ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ കാലത്തെ ശാസ്ത്രമല്ല ഇന്നത്തെ ശാസ്ത്രം. ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ ബൈബിളിന് മാറ്റമില്ല. ബൈബിൾ അത് അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ഇന്ന് അതിന്റെ അടുത്ത 5-മത്തെ കാര്യം, വേദപുസ്തകത്തിന്റെ ദൈവനിശ്വാസ്യതയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ബൈബിൾ അതുല്യമാണ് എന്നുള്ളതിന്റെ, ബൈബിൾ ദൈവവചനമാണ് എന്നുള്ളതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ 10 കാര്യങ്ങൾ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നൊന്നും പറയില്ല. പക്ഷേ വേദപുസ്തകത്തെ മറ്റുള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണ് ബൈബിളിലെ പ്രവചനങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഒത്തിരി വിശദമായിട്ട് ഈ വിഷയത്തിലൂടെ പോയി കഴിഞ്ഞാൽ, ബൈബിളിലുള്ളതായിരിക്കുന്ന പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ ആകെയുള്ള വാക്യങ്ങളിൽ ഏതാണ്ട് ഒരു 40% അല്ലെന്നുണ്ടെങ്കിൽ 30-40 ഇടയ്ക്കുള്ള അത്രയും ശതമാനം കാര്യങ്ങൾ പ്രവചനങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ ഇത്രയധികം പ്രവചനങ്ങളുള്ള ഒരു പുസ്തകമാണ് വേദപുസ്തകം അഥവാ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിന് അവകാശപ്പെടാനായിട്ട് കഴിയുന്നത് പോലെ, അല്ലെങ്കിൽ ഈ പ്രവചനങ്ങൾ എന്ന് പറയുന്ന ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ബൈബിളിന് അവകാശപ്പെടാൻ കഴിയുന്നത് പോലെയുള്ള ഒരു അവകാശവാദം ഉന്നയിക്കാൻ മറ്റൊരു പുസ്തകത്തിൽ, പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, മതഗ്രന്ഥങ്ങൾ എന്ന് അവകാശപ്പെടുന്ന, ദൈവവചനമാണ് എന്ന് അവകാശപ്പെടുന്ന പുസ്തകങ്ങൾക്കും കഴിയുകയില്ല എന്നുള്ളതാണ്. പ്രത്യേകം എന്റെ കേൾവിക്കാരായിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേദപുസ്തകം പോലെ തന്നെ മറ്റ് ക്രിസ്തീയമായിരിക്കുന്ന വിശ്വാസത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഇസ്ലാം മത വിശ്വാസികള് വളരെ ശക്തമായിട്ട് വാദിക്കുന്ന ഒരു കാര്യമാണ്, അവര് ഉപയോഗിക്കുന്ന മതഗ്രന്ഥമായിരിക്കുന്ന ഖുർആൻ അത് ദൈവവചനമാണ്, അതാണ് ഏക ദൈവവചനം എന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന പുസ്തകത്തിന് ഒരു നിലയിലും അവകാശപ്പെടാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ ഈ പറയാൻ പോകുന്ന കാര്യം. അതായത് ബൈബിളിൽ പ്രവചനങ്ങളുണ്ട്, എന്നാൽ മറ്റൊരു ഗ്രന്ഥത്തിലും, ഞാൻ നേരത്തെ പറഞ്ഞതായിരിക്കുന്ന ആ പുസ്തകം ഉൾപ്പെടെയുള്ള പുസ്തകത്തിൽ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് ഒരു കാര്യമില്ല. കാരണം ഒരു പുസ്തകം ദൈവവചനമാണ് എന്ന് ആധികാരികമായിട്ട് തെളിയിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. മനുഷ്യന് മനസ്സിലാക്കാനായിട്ടുള്ള ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു തെളിവാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നതിന് വർഷങ്ങൾ അഥവാ നൂറ്റാണ്ടുകൾ, ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ തന്നെ അത് പ്രവചിക്കുക, അത് വെളിപ്പെടുത്തുക എന്നുള്ളത്. എന്നിട്ട് അതിന്റെ ആ കൃത്യമായിരിക്കുന്ന സമയത്ത് ആ പ്രവചനം നിവൃത്തിയാകുമ്പോൾ അത് വായിക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അറിയാൻ കഴിയും, ഇത് ദൈവത്താൽ സംഭവിച്ച കാര്യമാണ്. ദൈവത്തിനല്ലാതെ ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ ഇത്ര കൃത്യമായി വെറുതെ അങ്ങ് ഒരു സൂചന തന്നു പോവുകയല്ല, കൃത്യമായി വളരെ വ്യക്തമായി സ്പഷ്ടമായിട്ട് സ്പെസിഫിക് ആയിട്ട് ഇത്രയും പ്രിസൈസ് ആയിട്ട് അത് പ്രവചിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം, ദൈവത്തിന്റെ ശക്തിയിൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ബൈബിളിൽ മാത്രമാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പ്രവചനത്തെ കുറിച്ച്, പ്രവചനം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ, പ്രത്യേകിച്ച് ഇങ്ങനെ നിവൃത്തിയായ പ്രവചനങ്ങളോടുള്ള ബന്ധത്തിൽ. ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് പോയില്ലെങ്കിൽ എനിക്ക് അത് മുഴുവനായിട്ട് പൂർത്തിയാക്കാനായിട്ട് കഴിയാതെ വരും. അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നോട്ട് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. വേദപുസ്തകം നിസ്തുല്യമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതിലെ പ്രവചനങ്ങൾ എന്ന് പറയുന്നത്. അതിലെ പ്രവചനങ്ങളുടെ ലിസ്റ്റ് എടുക്കാനായിട്ട് പോയാൽ ഒത്തിരി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും ഓരോന്നോരോന്നായിട്ട് പറയാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത്. ഒന്നാമത്തേത് ഇസ്രായേലിനെ സംബന്ധിക്കുന്ന പ്രവചനങ്ങളാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുതൽ തുടങ്ങിയാൽ എത്രയോ എത്രയോ പ്രവചനങ്ങൾ അവരുടെ ഉയർച്ചയെക്കുറിച്ചും അവരുടെ ശിക്ഷാവിധിയെക്കുറിച്ചും അവർ പ്രവാസത്തിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചും അവരതിൽ നിന്ന് മടങ്ങി വരുന്നതിനെ കുറിച്ചും ഇങ്ങനെ അഥവാ ലോകത്തിന്റെ മധ്യത്തിൽ ഇസ്രായേൽ എങ്ങനെ ആയിരിക്കും, മറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെ അവരെ നോക്കിക്കാണും എന്നുള്ള കാര്യങ്ങൾ തുടങ്ങി ഇസ്രായേലിനെ സംബന്ധിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നും കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു വിഷയമാണ്. ബൈബിൾ നിസ്തുല്യമാണ് എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണ് അതിലെ പ്രവചനങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് എന്ന് പറയുമ്പോൾ ചില വർഷങ്ങൾക്ക് മുൻപ് വളരെ അത്ഭുതത്തോടുകൂടെ നോക്കിക്കണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തില് കൈരളിയുടെ പീപ്പിൾ ചാനൽ എന്ന് പറയുന്ന ചാനലില് ചില വർഷങ്ങൾക്ക് മുൻപ്, എനിക്ക് തോന്നുന്നു ഇന്നും അത് യൂട്യൂബിൽ ആ പ്രോഗ്രാം അവൈലബിൾ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണ്. എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ ജൂതമതക്കാർ അഥവാ യഹൂദന്മാർ വന്ന് താമസിച്ചിരുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രോഗ്രാമാണ് ഈ പീപ്പിൾ ചാനലിൽ അവര് അത് സംപ്രേഷണം ചെയ്തത്. അന്ന് ആ കൈരളി ചാനൽ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ആ പീപ്പിൾ ചാനൽ എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളുടെ, അവർക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തോടോ ഒന്നും താല്പര്യമുള്ളതായിരിക്കുന്ന ആളുകൾ. അവർ ഈ യഹൂദന്മാരുടെ ചരിത്രത്തെ കുറിച്ചൊരു
പ്രോഗ്രാം അങ്ങനെ ആ ഒരു ഡോക്യുമെന്ററി പോലെ അത് ആ നിലയിൽ എടുത്ത് അത് സംപ്രേഷണം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതില് ചില ചരിത്രകാരന്മാരായിരിക്കുന്ന ആൾക്കാർ ഈ യഹൂദന്മാര് ഇവിടെ നിന്ന് 1948 യഹൂദ രാഷ്ട്രം പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ അവിടെ നമുക്കറിയാം 1948 ചരിത്രമൊന്നും ഇപ്പൊ കൂടുതലായിട്ട് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. 1948 ഈ യഹൂദ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടപ്പോ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന യഹൂദന്മാര് തിരിച്ചു മടങ്ങി അവരുടെ സ്വന്തം ദേശത്തേക്ക് പോയി. അപ്പം ഈ കേരളത്തില് ഉണ്ടായിരുന്ന ഈ മട്ടാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന കുറെ യഹൂദന്മാർ മടങ്ങി ഇസ്രായേലിലോട്ട് പോയി. അതിനെക്കുറിച്ച് ഒരു ചരിത്രകാരനായിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ ഗവേഷണങ്ങളും പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതായിരിക്കുന്ന ഒരാൾ അതിനകത്ത് പറഞ്ഞ ഒരു പ്രസ്താവന, ഒരു കമന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്നെ ആശ്ചര്യപ്പെടുത്തി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ സത്യം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്: 1948 യഹൂദ രാഷ്ട്രം അവിടെ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ആ ഇസ്രായേൽ എന്ന് പറയുന്ന ദേശം വെറും മരുഭൂമിയാണ്. അവിടെ ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു വികസനവും മറ്റുള്ള കാര്യങ്ങളും ഒന്നുമില്ല. വെറും മണലാരണ്യം മാത്രമാണ് അന്നുണ്ടായിരുന്നത്. എന്നാൽ ഈ എറണാകുളത്ത് മട്ടാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരൊക്കെ അവര് വളരെ എന്താ പറയുന്നത്, ബിസിനസ് മാഗ്നറ്റുകളായിരുന്നു. വളരെ വ്യാപാരികളായിട്ട് വളരെ ധനാട്യന്മാരായിട്ടുള്ള ആളുകളായിരുന്നു. ഈ ധനാട്യന്മാരായിട്ടുള്ള അഥവാ ലക്ഷാധിപതികളോ ഒരുപക്ഷെ കോടീശ്വരന്മാരെന്നൊക്കെ പറയാൻ കഴിയുന്ന ഈ ആളുകള് അവർക്കുള്ളതെല്ലാം ഇവിടെ ഡിസ്പോസ് ചെയ്തിട്ട്, അവർക്കുള്ളതെല്ലാം അവര് അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ അതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഇവിടെ നിന്ന് തിരിച്ച് ഈ മണലാരണ്യത്തിലേക്ക് അവർ പോയി. 1948 ഈ രാജ്യം സ്ഥാപിക്കപ്പെട്ടപ്പോൾ. എന്നിട്ട് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് ഇവര് ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഈ ഒന്നുമില്ലാത്ത ഈ സ്ഥലത്തേക്ക് പോയത് എന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അത് ഇദ്ദേഹം പറയുന്നത് കേട്ടപ്പോ ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ വചനം ബൈബിൾ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് അറിയാമോ? ഇസ്രായേൽ ചിതറി, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ദേശം, ഈ രാഷ്ട്രം, ഈ ആളുകളൊക്കെ ഏതെല്ലാം സ്ഥലത്തേക്കൊക്കെ ചിതറിപ്പോയാലും ഇവരെ എല്ലാവരെയും ഞാൻ തിരിച്ച് ഇവിടെ കൊണ്ടുവരും എന്നുള്ള ദൈവത്തിന്റെ വചനം, ആ ദൈവികമായിരിക്കുന്ന പ്രവചനം എത്ര കൃത്യമായിട്ടാണ് അത് നിറവേറ്റപ്പെടുന്നത് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. നമ്മൾ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതൊന്നും അല്ല ഇത്. ഞാൻ അതിനകത്തുള്ളതായിരിക്കുന്ന ഒരു യഹൂദനായിരിക്കുന്ന ഒരാള് ആളുകൾ വളരെ സുന്ദരമായിട്ടാണ് മലയാളം പറയുന്നത്. മലയാളികൾ പറയുന്നതിനേക്കാൾ ഭംഗിയായിട്ടാണ്. കാരണം അദ്ദേഹം ജനിച്ചു വളർന്നതെല്ലാം എറണാകുളത്തായതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം നന്നായിട്ട് മലയാളം സംസാരിക്കാനായിട്ട്. അപ്പൊ ആ വ്യക്തി പറയുകയാണ്, എന്റെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ. അദ്ദേഹത്തിന് മടങ്ങി തന്റെ ദേശത്തേക്ക് പോകണം. വളരെ ഈ സിനഗോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ട്, യഹൂദന്മാരുടെ ഒരു പള്ളി. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ചുരുക്കം ചില ആൾക്കാർ ഇന്നും അവിടെ തങ്ങുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്റെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ, മനസ്സ് മുഴുവൻ അവിടെയാണ്. ഞാൻ ഒരു കേരളീയനായിട്ടെന്ന് പറയുന്ന പോലെ ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷെ എന്നാലും എന്നിലുള്ളത് ആ യഹൂദന്റെ രക്തമാണ് എന്ന് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ ഓർത്തതായിരിക്കുന്ന ഒരു കാര്യം 137 സങ്കീർത്തനത്തിനകത്തുള്ളതായിരിക്കുന്ന ഒരു വാക്യമായിരുന്നു. ആ വാക്യത്തിൽ, ആ 137 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അവർ ബാബേൽ പ്രവാസത്തിലേക്ക് പോയ സമയത്ത് അവിടെയുള്ള ആളുകള് നിങ്ങൾ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എങ്ങനെയാണ് യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എന്ന് പറഞ്ഞ് അവരുടെ കിന്നരങ്ങളൊക്കെ അലരി വൃക്ഷത്തിന്മേൽ തൂക്കിയിട്ട കാര്യമൊക്കെ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ 5-ാമത്തെ വാക്യം, 137 സങ്കീർത്തനത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങള് ഈ സമയത്ത് ഞാൻ ഓർക്കാനായിട്ട് ഇടവന്നു. കാരണം ഒരു ഇസ്രായേലിന്റെ ഹൃദയത്തിനകത്തൂടെ കടന്നു പോകുന്ന ചിന്ത, അവൻ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അവന്റെ ഹൃദയത്തിനകത്ത് യെരൂശലേം, ഇസ്രായേൽ എന്ന് പറയുന്ന ആ ദേശം അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ചിന്തയാണ്. ആ സങ്കീർത്തനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലങ്കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ എന്നാണ്. ഇതാണ് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ഓരോ യഹൂദന്റെയും ഹൃദയത്തിലുള്ളതായിരിക്കുന്ന ചിന്ത. യെരൂശലേമേ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എന്റെ വലങ്കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, നിന്നെ ഞാൻ എന്റെ മുഖ്യ സന്തോഷമായിട്ട് കരുതാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ
എന്നാണ് അവന്റെ ഹൃദയത്തിനകത്ത് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതായിരിക്കുന്ന കാര്യം എന്നുള്ളത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ലോകത്തിന്റെ മുൻപാകെ ഒരു വലിയ അത്ഭുതമാക്കി ഇന്ന് നിർത്തിയിരിക്കുന്നത്, അത് അങ്ങനെ സംഭവിക്കുമെന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവാചകന്മാർ അരുളി ചെയ്തതായിരിക്കുന്ന കാര്യമാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ നിലയിൽ ഓർപ്പിച്ചത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട്, വിജാതീയ രാഷ്ട്രങ്ങളെ സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ ഇതൊന്നും ഒക്കെ വിവരിക്കാനായിട്ട് നിവൃത്തിയില്ല. നമുക്കറിയാം ഏതോമിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന പ്രവചനമുണ്ട്. ഏതോം എന്ന് പറയുന്ന ആ ദേശം എങ്ങനെയാകും എന്നുള്ളത് കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിൽ അതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. യിരെമ്യാ പ്രവചനത്തിലും എസെക്കിയേൽ പ്രവചനത്തിലും ഉപദ്യാവിന്റെ പുസ്തകത്തിലും ഒക്കെ ഈ ഏതോമിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. റെഫറൻസുകളൊക്കെ നിങ്ങൾക്ക് പിന്നാലെ ഞാൻ നോട്ടിൽ തരുന്നതാണ്. രണ്ട്, ബാബിലോൺ എന്ന് പറയുന്നതായിരിക്കുന്ന ദേശത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യം, അത് 4 ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്രാജ്യ ശക്തികളായിട്ട് വളർന്നു വന്ന ആ 4 ശക്തികളിൽ ഒന്നാമത്തേതായിട്ടാണ് ബാബിലോൺ എന്ന് പറയുന്ന അഥവാ ബാബേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ഒക്കെ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യെശയ്യാവും യിരെമ്യാവും ഒക്കെ പറയുന്നുണ്ട്. ആ ഒരു രാഷ്ട്രം എങ്ങനെയാണ്, അത്രയും ശക്തമായിരിക്കുന്ന രാഷ്ട്രം എങ്ങനെ അവരെ കീഴടക്കി പേർഷ്യക്കാർ അഥവാ മീദോ പേർഷ്യ, മേദ്യരും അതുപോലെ പാർസികളുമായിരിക്കുന്നവർ എങ്ങനെ അധികാരം കൈയെടുക്കും എന്നുള്ള കാര്യം, ഈ കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപേ തന്നെ ദൈവവചനത്തിൽ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് മൂന്നാമത് ഈ മേദ്യ പേർഷ്യ എന്ന് പറയുന്നതായിരിക്കുന്ന ആ രാജ്യത്തോടുള്ള ബന്ധത്തിൽ അലക്സാണ്ടർ വന്ന് അവരെ ആക്രമിച്ച് കീഴടക്കുന്ന കാര്യത്തെക്കുറിച്ചും വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. നാലാമത് ഗ്രീസ് എന്ന് പറയുന്ന സാമ്രാജ്യം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആ സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, അതും അവന്റെ സാമ്രാജ്യം അവന് ശേഷം 4, അതായത് അലക്സാണ്ടറുടെ 4 ജനറൽമാർക്കായിട്ട് വിഭജിക്കപ്പെട്ടതായിട്ട് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. കസാൻഡർ, ലിസിമാക്കസ്, ടോളമി, സെലൂക്കസ് എന്ന് പറയുന്ന 4 ജനറൽമാർക്ക് ഈ അലക്സാണ്ടറുടെ ആ സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു. അത് അങ്ങനെ വിഭജിക്കപ്പെട്ടു പോകുമെന്നുള്ളത് അത് വിഭജിക്കപ്പെടുന്നതിന് മുൻപേ തന്നെ വേദപുസ്തകത്തിൽ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 4 സാമ്രാജ്യ ശക്തികളിൽ ഏറ്റവും അവസാനത്തേത് റോം എന്ന് പറയുന്ന ആ ശക്തിയാണ്. ആ റോമിനോടുള്ള ബന്ധത്തിലും കൃത്യമായിട്ടുള്ള പ്രവചനങ്ങൾ വേദപുസ്തകത്തിൽ കൊടുത്തിരുന്നു. മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിക്കുന്നതും ഈ റഷ്യയെ സംബന്ധിക്കുന്ന ഇന്നത്തെ പല ലോകരാഷ്ട്രങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. നാം അത് പഠിച്ച് മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആ നിലയിൽ പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് അതിന് ഇടയാകട്ടെ. അപ്പൊ വിജാതീയ രാഷ്ട്രം, ഇസ്രായേലിനെ സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ ധാരാളമുണ്ട്. വിജാതീയ രാഷ്ട്രങ്ങളെ സംബന്ധിക്കുന്ന പ്രവചനങ്ങളും നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രങ്ങളെ സംബന്ധിക്കുന്നത് മാത്രമല്ല, പ്രത്യേക നഗരങ്ങളെ സംബന്ധിക്കുന്ന പ്രവചനങ്ങളുണ്ട്. ഇതൊക്കെ ഓരോരോ കാര്യങ്ങള് വിശദമായിട്ടൊക്കെ പറയണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്തു പറയാം. ചില നഗരങ്ങളെ സംബന്ധിക്കുന്ന പ്രവചനങ്ങള്, സോർ എന്ന് പറയുന്ന നഗരം അഥവാ ടയർ എന്നാണ് ഇംഗ്ലീഷിൽ TYR, ടയർ എന്ന് പറയുന്ന അഥവാ സോർ എന്ന് പറയുന്ന ആ നഗരം, സോർ, സീദോൻ എന്നൊക്കെ പറയുന്നത് ഫൊയ്നിക്കയുടെ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ്. ഇസ്രായേലിന്റെ കുറച്ച് വടക്ക് മാറിക്കിടക്കുന്ന ചില പട്ടണങ്ങളാണ്. ഈ സോർ എന്ന് പറയുന്ന നഗരത്തെ സംബന്ധിക്കുന്ന ഒരു പ്രവചനം എന്ന് പറയുന്നത്, ആ നഗരം പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടുമെന്നും ആ നശിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ അത് എന്താ പറയുന്നത്, അതിന്റെ കല്ലും അതുപോലെ തന്നെ അതിനകത്തുള്ള മരങ്ങളും ഒക്കെ സമുദ്രത്തിൽ ഇട്ട് കളയുമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് സെക്കരിയ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് പിന്നീട് പുനർനിർമ്മിക്കപ്പെടുകയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോ ഈ സോർ നഗരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമായിട്ട് നിന്ന ഒരു നഗരമാണ്. എന്നാൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നഗരം 2 ഭാഗങ്ങളായിട്ടാണ് നിലനിന്നിരുന്നത്. ഒന്ന് കരയിലും അതുപോലെ തന്നെ ഒന്ന് ഒരു ദ്വീപിലുമായിട്ടാണ്, 2 ഭാഗങ്ങളായിട്ടാണ് ഈ സോർ എന്ന് പറയുന്ന നഗരം സ്ഥിതി ചെയ്തിരുന്നത്. ഇതിങ്ങനെ വളരെ പ്രതാപത്തോടു കൂടി നിന്നതായിരിക്കുന്ന സമയത്താണ് അലക്സാണ്ടർ ചക്രവർത്തി ഇങ്ങനെയൊക്കെ ഓരോ രാഷ്ട്രങ്ങൾ കീഴടക്കി വരുന്നത്. അപ്പോൾ സോർ എന്ന് പറയുന്ന നഗരത്തിൽ വന്നപ്പോ അലക്സാണ്ടറുടെ സൈന്യം വളരെ ശക്തമാണ്. പക്ഷെ അലക്സാണ്ടറുടെ സൈന്യത്തിന് അല്ലെങ്കിൽ അലക്സാണ്ടറുടെ ആ ശക്തി അല്ലെങ്കിൽ അവന്റെ
പുറകിലുള്ളതായിരിക്കുന്ന ഒരു ആ, ആ സൈനിക ബലത്തില് ഒരു പോരായ്മ ഉള്ളത് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് നാവികപ്പടയില്ല. നേവൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഇല്ല. അപ്പം കരയിലൂടെ നടന്നുള്ള യുദ്ധം മാത്രമേ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ സോർ നഗരത്തിന്റെ ഒരു പാതി ഒരു ദ്വീപിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ നാവികപ്പട ഇല്ലാത്തത് കൊണ്ട് അലക്സാണ്ടർക്ക് കാൽനടയായിട്ട് പോയി ഈ ദ്വീപിനകത്തോട്ട് പോയി അതിനെ തകർത്ത് കളയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അലക്സാണ്ടർ വന്നിട്ട് ഈ തീരദേശത്തുണ്ടായിരുന്ന പട്ടണത്തെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞിട്ട് തന്റെ സൈന്യത്തിന്റെ ഒരു ഭാഗം ആൾക്കാരോട് പറഞ്ഞു, ഞാൻ പോയി മിസ്രൈമിനെ കീഴടക്കിയിട്ട് വരാം. നിങ്ങൾ ആ സമയം കൊണ്ട് ഇവിടെ ഉള്ളതായിരിക്കുന്ന ഈ നഗരത്തെ മുഴുവൻ പൊളിച്ച് ഇതിന്റെ അവശിഷ്ടങ്ങളെല്ലാം കൂടെ കടലിലോട്ട് തള്ളിയിട്ട് ഇവിടെ നിന്ന് ആ ദ്വീപിലേക്ക് വഴി ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ അലക്സാണ്ടറുടെ സൈന്യത്തിന്റെ ഒരു ഭാഗത്തെ അവിടെ നിർത്തി ഈ സോർ എന്ന് പറയുന്ന നഗരത്തിന്റെ അതിന്റെ കെട്ടിടങ്ങൾ മുഴുവൻ തകർത്ത് അതിന്റെ അവശിഷ്ടങ്ങൾ മുഴുവൻ സമുദ്രത്തിലേക്ക് തള്ളിയിട്ട് ഈ കരയിൽ നിന്ന് ഈ ദ്വീപിലേക്ക് ഒരു വഴി ഉണ്ടാക്കി. ആ സമയം കൊണ്ട് അലക്സാണ്ടർ മിസ്രൈമിൽ പോയിട്ട് മിസ്രൈമിനെ കീഴടക്കി തിരിച്ചു വന്നു. അപ്പോഴേക്കും ഇവിടെ വഴി റെഡിയായിരുന്നു. അതിലൂടെ കടന്നു ചെന്ന് ഈ ദ്വീപിൽ കയറി അതിനെയും തകർത്ത് ആക്രമിച്ച് ആ കീഴടക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല അതിന്റെ ആ തീരദേശമൊക്കെ പിന്നീടുള്ളതായിരിക്കുന്ന കാലത്ത് വല വിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ള പ്രവചനങ്ങൾ വേദപുസ്തകത്തിൽ കൊടുത്തിരുന്നു. ചരിത്രപരമായിട്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ഒരു ഉദാഹരണം എടുത്ത് കാണിച്ചത് യാതൊരു നിലയിലും മാനുഷികമായിട്ടുള്ള ബുദ്ധിയിൽ നോക്കിയാൽ സാധിക്കാത്തതായിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അതൊക്കെ അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. നമുക്ക് ഓരോ രാഷ്ട്രങ്ങളെ സംബന്ധിക്കുന്ന നഗരത്തെ സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ പോലും കൃത്യമായിട്ട് സംഭവിക്കുകയാണ്. നിനവെ എന്ന് പറയുന്നതായിരിക്കുന്ന നഗരത്തിന്റെ നാശം ഇതുപോലെ തന്നെ മുൻകൂട്ടി ദൈവത്തിന്റെ വചനം പ്രവചിച്ചതായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങളുടെ ബന്ധത്തിൽ ഞാൻ അത് വിശദമാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. കൃത്യമായിട്ട് തന്നെ ബൈബിൾ അത് ആ പ്രവചനങ്ങളൊക്കെയും വെളിപ്പെടുത്തുന്നുണ്ട്. അത് നിവൃത്തിയായി അതുപോലെ തന്നെ നിവൃത്തിയാകുകയും ചെയ്തു എന്നുള്ളതാണ്. മറ്റ് ചില പ്രത്യേക വ്യക്തികളെ സംബന്ധിക്കുന്ന പ്രവചനങ്ങള്, യോശിയാവിനെ സംബന്ധിക്കുന്ന, അതുപോലെ തന്നെ കോരശിനെ സംബന്ധിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അലക്സാണ്ടർ ചക്രവർത്തിയെ സംബന്ധിക്കുന്നതും, അതുപോലെ അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സെലൂക്യൻ വ്യക്തി. അദ്ദേഹമാണ് BC 167 ദേവാലയത്തിനകത്ത് കയറി അവിടെ പന്നിയെ യാഗം കഴിച്ച് അതിനെ മലിനമാക്കുക ചെയ്ത ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന ആ ഒരു കാര്യത്തെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ഉള്ള പ്രവചനങ്ങൾ ഉണ്ട്. അത് ഈ അന്ത്യോക്കസ് എപ്പിഫാനസിനോടുള്ള ബന്ധത്തിലുള്ളതായിരിക്കുന്ന ചില പ്രവചനങ്ങളാണ്. എന്നാൽ അതിനുശേഷം പിന്നീട് അത് അന്ത്യക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുമൊക്കെ ബന്ധിപ്പിക്കാവുന്ന നിലയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യം. യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയാം, നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രവചനങ്ങളുണ്ട്. അഞ്ചാമത്തെ ഒരു കാര്യം, കർത്താവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന പ്രവചനങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചാൽ എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് കഴിയില്ല. അത്രയധികം പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുണ്ട്. അവൻ എങ്ങനെ ജനിക്കുമെന്നും, അവൻ ഏത് കുടുംബത്തിൽ ജനിക്കുമെന്നും, അവനെ എങ്ങനെ പേര് വിളിക്കുമെന്നും, അവനെ എവിടെ താമസിക്കുമെന്നും, ഇങ്ങനെ അവന്റെ ജനനത്തിൽ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുന്നതും, പിന്നീട് ഉള്ള ഓരോ വിഷയങ്ങൾ അവൻ സംസാരിക്കുന്നതും പഠിപ്പിക്കുന്നതും, അവന്റെ ക്രൂശീകരണവും അവന്റെ ഉയർത്തെഴുന്നേൽപ്പും, അവനെ ഏത് നിലയിലൊക്കെ അവന്റെ കഷ്ടാനുഭവങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളും, ഇങ്ങനെ അവന്റെ ജനനം മുതൽ മരണം വരെ അഥവാ അടക്കം പുനരുത്ഥാനം വരെ ഉള്ളതായിരിക്കുന്ന എത്രയോ കാര്യങ്ങൾ, നൂറുകണക്കിന് കാര്യങ്ങൾ കൃത്യമായിട്ട് വേദപുസ്തകം പ്രവചിച്ചിരിക്കുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. ഇത് പലതും നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഓരോന്നും ഉദാഹരണങ്ങൾ എടുത്ത് പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. നൂറുകണക്കിന് പ്രവചനങ്ങൾ, കർത്താവിനെ സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ വേദപുസ്തകത്തിൽ നോക്കിയാലും ഞാൻ ചുരുക്കി ഒരു വാക്ക് പറഞ്ഞ് ആ ഭാഗം വിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. വേദപുസ്തകത്തിന്റെ നിസ്തുല്യതയുടെ വേദപുസ്തകം നിസ്തുല്യമാണ് എന്നുള്ളതിന്, അഥവാ വേദപുസ്തകത്തിന്റെ നിസ്തുല്യതയ്ക്ക് ഉള്ള ഏറ്റവും വലിയ തെളിവാണ് അതിൽ പ്രവചനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം അവകാശപ്പെടാനായിട്ട് ലോകത്തിലെ മറ്റൊരു ഗ്രന്ഥത്തിനും കഴിയുകയില്ല. കാരണം ഒരു സംഭവം ചരിത്രപരമായിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യം അത് മുൻകൂട്ടി പറയണം എന്നുണ്ടെങ്കിൽ, അത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപേ പറയണം എന്നുണ്ടെങ്കിൽ
അത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുകയാണ്. ദൈവവചനമാണ് എന്ന് അവകാശപ്പെടുന്ന ചില മതഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾ അവകാശപ്പെടുന്ന പോലെ ഖുറാൻ പോലും ഒരൊറ്റ പ്രവചനം പോലും അതിനകത്ത് ഇല്ല എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവവചനം എന്ന് അവകാശപ്പെടാനായിട്ട് കഴിയുന്നതായിരിക്കുന്ന വേദപുസ്തകത്തിൽ എന്നാൽ പ്രവചനങ്ങൾ ധാരാളം കൃത്യമായിട്ട് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് തന്നെ വേദപുസ്തകം നിസ്തുല്യമാണ്, ദൈവവചനമാണ് എന്നുള്ളത് നമ്മെ കാണിക്കുക. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ആറാമത്തെ പ്രത്യേകത അഥവാ വേദപുസ്തകം നിസ്തുല്യമാണ്, വേദപുസ്തകം ദൈവവചനമാണ് എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണ് വിവിധ ലോക നാഗരികതകളുടെയും അതുപോലെ സംസ്കാരങ്ങളുടെയും മേലുള്ള ബൈബിളിന്റെ സ്വാധീനം എന്ന് പറയുന്നത്. വിവിധ ലോക നാഗരികതകൾ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ഇൻഫ്ലുവൻസ് അപ്പോൺ ലോഡ് ഓഫ് സിവിലൈസേഷൻ, പല നാഗരികതകളുടെ മേൽ, സംസ്കാരങ്ങളുടെ മേൽ വേദപുസ്തകം ചെലുത്തിയതായിരിക്കുന്ന സ്വാധീനം. ഞാനത് വിശദമാക്കുന്നില്ല, കാരണം ചിലതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പാശ്ചാത്യ നാഗരികത വേദപുസ്തകത്തിലും അതിന്റെ ഉപദേശത്തിലും അടിസ്ഥാനപ്പെട്ടിട്ടുള്ളതാണ്. പാശ്ചാത്യ നാഗരികത എന്ന് പറയുമ്പോൾ ഇന്നുള്ളതായിരിക്കുന്ന പാശ്ചാത്യ നാടുകളിലുള്ള പല സംസ്കാരങ്ങളും അതൊക്കെ മാറി വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഞാനത് നിഷേധിക്കുന്നില്ല. വേദപുസ്തക സംസ്കാരത്തിൽ നിന്ന് മാറി തികച്ചും ലൗകികമായതും കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ പൈശാചികമായിരിക്കുന്നതുമായ ചില സംസ്കാരങ്ങളിലേക്ക് ഈ പല നാഗരികതകളും സംസ്കാരങ്ങളും ഒക്കെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതിനാൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകത്തെ തിരസ്കരിക്കുന്ന, വേദപുസ്തക സംസ്കാരത്തെ മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടം, അതുപോലെയുള്ള പല അപകടകരമായിരിക്കുന്ന അവസ്ഥകളും ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. എന്നാൽ ഈ സാമ്രാജ്യങ്ങൾ അഥവാ ഈ നാഗരികതകളും ഈ സംസ്കാരങ്ങളും ഒക്കെ ഒരു കാലത്ത് വളരെ ശക്തമായി അടിസ്ഥാനപ്പെട്ടിരുന്നത് വേദപുസ്തകത്തിന്റെ ഉപദേശത്തിലാണ് എന്നുള്ളത് കാണാനായിട്ട് കഴിയും. അമേരിക്ക പോലും ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് പറഞ്ഞ് വളരെ ശക്തമായിട്ടുള്ള ഒരു ആപ്തവാക്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ ഒരു മോട്ടോ എടുത്തു പിടിച്ചുകൊണ്ടാണ് അവർ പോയത്. അതിൽ നിന്നൊക്കെ അവര് മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ള പല രാഷ്ട്രങ്ങളോടുള്ള ബന്ധത്തിലും നമുക്ക് പറയാനായിട്ട് കഴിയും. മാത്രമല്ല, പാശ്ചാത്യ നാടുകളിലെയും മറ്റനേക ദേശങ്ങളിലെയും ഭരണഘടനയും നിയമങ്ങളും വേദപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് പല നിലകളിൽ ലോകത്തിലുള്ള പാശ്ചാത്യ നാടുകളിൽ നിന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പാശ്ചാത്യ നാടുകളിലുള്ളത് മാത്രമല്ല, മറ്റനേക രാഷ്ട്രങ്ങളുടെ ഭരണഘടനയും നിയമങ്ങളും വേദപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരു രാജ്യത്ത്, ഒരു രാഷ്ട്രത്തിൽ ഒരു രാഷ്ട്രം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഭരണഘടന വേണം. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രത്തിനും ഭരണഘടനയുണ്ട്. അത് ബി.ആർ. അംബേദ്കർ തയ്യാറാക്കിയിട്ടുള്ളതായിരിക്കുന്ന ഒരു ഭരണഘടനയാണ്. അദ്ദേഹവും ഈ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തിലുള്ള അനേക രാഷ്ട്രങ്ങളുടെ ഭരണഘടന അദ്ദേഹം റെഫർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്നതായിരിക്കുന്ന പല നിയമങ്ങൾ എന്ന് പറയുമ്പോൾ, നിയമം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു രാഷ്ട്രത്തിൽ ചെയ്യാൻ കഴിയുന്നത്, എന്താണ് ഒരു രാഷ്ട്രത്തിൽ ചെയ്യാൻ പാടില്ലാത്തത്, ഇവിടെ നിയമപരമായിട്ടുള്ളത് എന്താണ്, നിയമപരമല്ലാത്തത് എന്താണ്, തെറ്റ് ഏതാണ്, ശരി ഏതാണ് എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഓരോ രാഷ്ട്രത്തിന്റെ ഭരണഘടന എടുത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ തെറ്റും ശരിയും ഒക്കെ ഒരു രാജ്യത്ത് അനുവദിക്കപ്പെട്ടിട്ടുള്ളതും അനുവദിക്കപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ ഇത് അനുവദനീയമാണ്, ഇത് അനുവദനീയമല്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഈ വേദപുസ്തകത്തിന്റെ സ്വാധീനത എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ രാഷ്ട്രങ്ങളിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതല്ല. ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന മുഴുവൻ രാജ്യങ്ങളെയും, ഞാൻ പറയുന്നത് ഇന്ന് ഉള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ ഭരണഘടന രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത് ഈ വേദപുസ്തകത്തിൽ കാണപ്പെടുന്നതായ പല നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് കഴിയും. ഞാൻ അത് വിശദമാക്കാതെ മുമ്പോട്ട് പോവുകയാണ്, സമയത്തിന്റെ കുറവ്. 3, ലോകത്തിലെ കലണ്ടറുകളും മറ്റ് പല വിശേഷ ദിവസങ്ങളും ബൈബിളിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അത് വിശദമാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കലണ്ടറുകൾ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കറിയാം. BC AD എന്ന് പറയുന്ന ഒരു നിലയില്
ലോക ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിച്ചത് തന്നെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ്. ഇപ്പോൾ അത് കർത്താവിന്റെ ബിഫോർ ക്രൈസ്റ്റ് എന്നുള്ളതും അന്നോ ഡൊമിനി ഇൻ ദി ഇയർ ഓഫ് അവർ ലോഡ് എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം അത് അംഗീകരിക്കാനായിട്ടുള്ള കർത്താവിനെ പേര് അതിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള പലരുടെയും വൈമുഖ്യം കാരണം ഇപ്പോൾ അവര് കറന്റ് ഇറ സിഇ എന്നും BCE അഥവാ ബിഫോർ കറന്റ് ഇറ എന്നുള്ള നിലയിലേക്കൊക്കെയാണ് പല ആളുകളും അതിനെ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. എല്ലായിടത്തും സംഭവിച്ചിട്ടുള്ളത് പോലെയുള്ളതായിരിക്കുന്ന ചില എന്താ പറയുന്നത് തിരസ്കരണങ്ങൾ, ദൈവികമായിരിക്കുന്ന കാര്യങ്ങളെ തിരസ്കരിക്കാനായിട്ടുള്ള ലോകത്തിന്റെ ആ ഒരു വെമ്പൽ എല്ലായിടത്തും കാണാനായിട്ട് കഴിയും. പക്ഷെ നമുക്കറിയാം ലോക ചരിത്രം ഇന്ന് വരെയും ഇങ്ങനെയാണ് മനസ്സിലാക്കപ്പെട്ടിരുന്നത്, ക്രിസ്തുവിന് മുൻപ് ക്രിസ്തുവിന്റെ ശേഷം എന്നുള്ള നിലയിൽ. എന്നാൽ അത് മാത്രമല്ല, പല വിശേഷ ദിവസങ്ങളും ഒക്കെ നമുക്കറിയാം ലോകവ്യാപകമായിട്ടുള്ള നിലയിൽ പറയുമ്പോൾ അത് വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. മുൻപോട്ട് പോട്ടെ. നാലാമത്തേത്, ശിരച്ഛേദികളും നരഭോജികളും രക്തദാഹികളുമായ കാടന്മാരുടെ ജീവിത നിലവാരം ഉയർത്തിയത് ബൈബിളാണ്. നമ്മൾ പറയുന്നത് വിവിധ നാഗരികതകളും വിവിധ സംസ്കാരങ്ങളും ഒക്കെ വേദപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അനേക ശിരച്ഛേദി എന്ന് പറഞ്ഞാൽ അബോറിജിൻസ് ആയിട്ട്, അഥവാ ഞാൻ പറഞ്ഞ കാടുകളിലും അതുപോലെ തന്നെ ഗോത്ര വർഗങ്ങളുമായിട്ടൊക്കെ കിടന്ന വളരെ പ്രാകൃതമായിരിക്കുന്ന ജീവിത രീതി ഉണ്ടായിരുന്ന ആളുകളുടെ ഒക്കെ ജീവിത രീതിയെ വളരെ മാറ്റിമറിച്ച് അവരെ വളരെ സംസ്കാര സമ്പന്നരാക്കി തീർത്ത ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ബൈബിളാണ്. അതിന്റെ ചരിത്രങ്ങളിലൊക്കെ കഥകളിലേക്കൊക്കെ പോകാൻ, ഉദാഹരണങ്ങളിലേക്കൊക്കെ പോകാൻ തുടങ്ങിയാൽ ഒത്തിരി സമയമെടുക്കേണ്ടി വരും. നിങ്ങൾക്ക് പലതും അങ്ങനെയുള്ള ഈ ചിരച്ഛേദികളായിട്ടുള്ള രക്തദാഹികളായിട്ടുള്ള മനുഷ്യരെ കൊന്നു തിന്നുന്നതായിരിക്കുന്ന ആളുകളെയൊക്കെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന, അതിനെ അവരുടെയൊക്കെ ഹൃദയങ്ങളെ മാറ്റിമറിച്ച, അവരെയൊക്കെ രൂപാന്തരപ്പെടുത്തിയതായിരിക്കുന്ന അനേക ചരിത്രങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. വേദപുസ്തകം അത്തരത്തിൽ ഉള്ളതായിരിക്കുന്ന ഒരു പുസ്തകമാണ്. അഞ്ചാമത്തേത്, കലാസാംസ്കാരിക മേഖല ഏറ്റവും അധികം സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളത് വേദപുസ്തകത്താലാണ്. നിങ്ങൾ എടുത്തു നോക്കുക, ഏറ്റവും അധികം പുസ്തകം എഴുതിയിട്ടുള്ളത് ഏത് വിഷയത്തിന്മേലാണ്? സംഗീതം, ഏറ്റവും അധികം പാട്ടുകൾ എഴുതിയിട്ടുള്ളതായിരിക്കുന്ന കാര്യം. നമ്മൾ ഇതൊക്കെ നിഷേധിക്കാനായിട്ട് ആരൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ആർക്കും ഒരിക്കലും നിഷേധിക്കാനായിട്ട് കഴിയില്ല. ഇന്ന് വേദപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ പോലെ ഇത്രയും അധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ശാഖയുണ്ട്, മറ്റേതെങ്കിലും ഒരു കാര്യമുണ്ട്? വേദപുസ്തകത്തോടല്ല, അതിന്റെ ഉപദേശത്തോട്. തീർച്ചയായിട്ടും ഉപദേശപരമായിട്ടുള്ള നിലയിലുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നിലയിലുള്ള പല സഭാവിഭാഗങ്ങളും ഒക്കെ ഉണ്ട്. പലതരത്തിലുള്ളതായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉപദേശപരമായിരിക്കുന്ന കാര്യത്തിലുണ്ട്. പക്ഷെ വേദപുസ്തകത്തെ പോലെ ഇതുപോലെ ഈ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതായിരിക്കുന്ന മറ്റൊരു ഒരു കാര്യം വേറെ. ഞാൻ പറഞ്ഞ വേദപുസ്തകം പോലെ ഒരു പുസ്തകമല്ല, വേദപുസ്തകത്തിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകം. അത്രയും പുസ്തകങ്ങൾ മറ്റേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചോ ഒരു വിഭാഗത്തെക്കുറിച്ചോ ഏതെങ്കിലും ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ശാസ്ത്രീയ ശാഖയെ കുറിച്ചോ പോലും എഴുതിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിരിക്കുന്ന കാര്യം. അതുപോലെ തന്നെ പാട്ടുകൾ, ഒരുപക്ഷെ ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന എല്ലാ ഭാഷകളിലും ഇറങ്ങിയിട്ടുള്ള ക്രിസ്തീയ സംഗീതം അഥവാ ക്രിസ്തീയമായിരിക്കുന്ന പാട്ടുകളുടെ എണ്ണം എടുത്താൽ ഒരുപക്ഷെ മറ്റുള്ളതായിരിക്കുന്ന പാട്ടുകളെല്ലാം അതിന്റെ ഒരു നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന ഒരു 7 അയലക്കത്ത് പോലും വരില്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലയിലുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ അത്രമാത്രം ലോകത്തിലെ ജനങ്ങളുടെ സംസ്കാരത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അത് തന്നെയാണ്, അത് അതുല്യമാണ്, അത് മറ്റൊന്നിനും അവകാശപ്പെടാൻ കഴിയാത്തതായിരിക്കുന്ന അതുല്യമായ, യുണീക്കായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുസ്തകമാണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് എന്ന് പറയുന്നത്. ഞാൻ മുൻപോട്ട് പോകട്ടെ. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബൈബിളിന്റെ പരിപാലനവും പകർത്തെഴുത്തും. വേദപുസ്തകം അത് വളരെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയതായിരിക്കുന്ന ഒരു പുസ്തകമാണ്. എന്നാൽ അത് പകർത്തി എഴുതുന്നതായിരിക്കും. അത് പരിപാലിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, അനേക ശക്തികൾ അതിനെ തകർക്കാനായിട്ട് ശ്രമിച്ചു, അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിച്ചു, പക്ഷെ ഒന്നും വിജയിച്ചില്ല. അത് ഇന്നും അനേക കോപ്പികൾ, ഇന്നും അതിന്റെ ആ പഴയ കോപ്പികൾ എന്ന് പറയുമ്പോൾ എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ഒക്കെ പകർത്തി എഴുതപ്പെട്ട അനേക കയ്യെഴുത്ത് പ്രതികൾ ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ
റീറ്റെയിൻ ചെയ്ത് അതിനെ ആ നിലയിൽ നിലനിർത്തി പരിപാലിച്ചുകൊണ്ട് ആണ് ഇന്നും അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. അതിൽ ചില പ്രത്യേകമായിട്ടുള്ള നിലയിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, വേദപുസ്തകം പോലെ ഇത്രമാത്രം പകർത്തി എഴുതപ്പെട്ട മറ്റൊരു പുസ്തകവും ചരിത്രത്തിൽ ഇല്ലെന്നാണ്. നമ്മൾ ഒത്തിരി വിശേഷമായിരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഷേക്സ്പിയറിനെ പോലെയുള്ള ആളുകളെയും അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി പഴയ കാലഘട്ടത്തിൽ എഴുതാൻ വലിയ സാഹിത്യകാരന്മാരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയധികം പകർത്തി എഴുതപ്പെട്ട ഒരു പുസ്തകം ഇല്ല. അതിന്റെ ആ മറ്റുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ, അതിന്റെ വ്യാപനത്തെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പിന്നാലെ പറഞ്ഞോളാം. രണ്ട്, വേദപുസ്തകം പോലെ ഇത്ര ശ്രദ്ധയോടെ പകർത്തി എഴുതപ്പെട്ട മറ്റൊരു ഗ്രന്ഥവും ചരിത്രത്തിൽ ഇല്ലെന്നുള്ളതാണ്. ഈ വേദപുസ്തകം പകർത്തി എഴുതിയതായിരിക്കുന്ന ചരിത്രം അല്ലെങ്കിൽ അത് എഴുതുന്ന കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ഒന്ന് പഠിക്കേണ്ടത് ആവശ്യമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. ചില നിബന്ധനകളൊക്കെ വെച്ചിട്ടാണ് ഇത് പകർത്തി എഴുതുന്നത്. അതായത് ഒരു ശുദ്ധിയുള്ളതായിരിക്കുന്ന ഒരു മൃഗത്തിന്റെ തോലിൽ മാത്രമേ ഇത് എഴുതാവുള്ളൂ എന്നുള്ളതായിരിക്കുന്ന കാര്യമുണ്ട്. അത് മാത്രമല്ല, അത് ഒരു യഹൂദനാണ്, അത് പഴയ നിയമത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്, യഹൂദനാണ് പകർത്തി എഴുതാനായിട്ടുള്ള അവകാശമുള്ളൂ. 48 അല്ലെന്നുണ്ടെങ്കിൽ 60 വരികളോ ഉള്ളതായിരിക്കുന്ന ഒരു പേജ് അല്ലെങ്കിൽ ഒരു കോളമാണ് ഒരു പേജ് ആയിട്ട് നമ്മൾ അതിനെ കാണുന്നത്. കറുപ്പ് നിറമല്ലാതെ മറ്റൊരു നിറവും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. മാത്രമല്ല, എത്ര മനസ്സിൽ കാണാപ്പാടം അറിയാവുന്ന ഒരു വാക്യമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു വാക്കാണെങ്കിൽ പോലും അത് മെമ്മറിയിൽ നിന്ന്, നിങ്ങളുടെ ആ സ്മരണയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും എടുത്ത് അത് എഴുതാൻ പാടില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം വളരെ ശക്തമായിട്ട് അത് നിബന്ധനകളിലുള്ളതായിരുന്നു. അവരുടെ മുമ്പിൽ പകർത്തി എഴുതാനായിട്ടുള്ള ഒരു കോപ്പി ഉണ്ടാവും. അതിൽ നിന്ന് നോക്കി മാത്രമേ പകർത്തി എഴുതാനായിട്ട് പാടുള്ളൂ. മാത്രമല്ല, ഓരോ പ്രാവശ്യവും ഇതൊക്കെ നമുക്ക് പലതും കേട്ടിട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ പ്രാവശ്യവും ഈ ദൈവവചനം എഴുതാനായിട്ട് ഇരിക്കുന്ന സമയത്ത് അതിനു മുൻപ് അവന്റെ പേന വളരെ വൃത്തിയായിട്ട് ഓരോ പ്രാവശ്യവും അത് തുടച്ച് അത് മറ്റുള്ള നിലയിൽ ഈ മഷി ഒന്നും പടരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാത്രമല്ല, ആ യഹോവ എന്നുള്ളതായിരിക്കുന്ന പേര് എഴുതുന്നതിന് മുൻപ് അവൻ പോയി തന്റെ ശരീരം മുഴുവനായിട്ട് കഴുകിയിട്ട് വരണം എന്നുള്ളതാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു പുസ്തകം പകർത്തി എഴുതുന്നതിനിടയിൽ ഈ ശാസ്ത്രി, സ്ക്രൈബ് എന്ന് പറയുന്ന ഇയാൾ, പകർത്തി എഴുതുന്ന ആള് എത്ര പ്രാവശ്യം പോയിട്ട് തന്റെ ശരീരം കഴുകിയിട്ടുണ്ടാവും. കാരണം യഹോവ എന്നുള്ളതായിരിക്കുന്ന പദം വരുന്നതിന് മുൻപ് ശരീരം പോയി കഴുകിയിട്ടാണ്. ഞാനിത് പറയാൻ കാരണം, അത്ര ശ്രദ്ധയോടുകൂടെ, വളരെ സൂക്ഷ്മതയോടുകൂടെ, ഭയത്തോടുകൂടെ, ശ്രദ്ധയോടുകൂടെയാണ് ഇവരിത് പകർത്തി എഴുതിയത്. വെറുതെ നമ്മളൊക്കെ സ്കൂളിൽ പോകാതിരിക്കുന്ന, ആബ്സെന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പിറ്റേ ദിവസം ചെന്ന് നമ്മുടെ സ്നേഹിതരുടെ കയ്യിൽ നിന്ന് പോയി പുസ്തകം മേടിച്ച് നമ്മൾ പകർത്തി എഴുതുന്നത് പോലെയല്ല. വളരെ ശ്രദ്ധയോടുകൂടെയാണ് ഇത് ചെയ്തത്. ഇവരുടെ ഒരു ഷീറ്റില് ഒരു തെറ്റുണ്ടെങ്കിൽ ആ ഷീറ്റ് അവർ മാറ്റിക്കളയുമായിരുന്നു. ഒരു എൻറ്റയർ മാൻസ്ക്രിപ്റ്റിനകത്ത് 3 തെറ്റുകൾ കണ്ടാൽ ഒരു കയ്യെഴുത്ത് പ്രതിക്കകത്ത് 3 തെറ്റുകൾ കണ്ടാൽ ആ മാൻസ്ക്രിപ്റ്റ് മുഴുവനെ തന്നെ അവർ ഉപേക്ഷിച്ച് അത് കത്തിച്ചു കളയും. നിങ്ങൾ നോക്കണം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തുകലിലൊക്കെ എഴുതുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഇത് വളരെ എന്താ പറയുന്നത്, എക്സ്പെൻസീവ് ആയിട്ടുള്ള, വളരെ ചെലവുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ തുകലിലൊക്കെ എഴുതുക എന്ന് പറയുന്നത്. അത് നശിപ്പിച്ചു കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല വാസ്തവത്തിൽ. കാരണം ഇത്രയും പണം മുടക്കി പകർത്തി എഴുതിയതല്ലേ, 2-3 തെറ്റുകളുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ അവരങ്ങനെ ചെയ്യില്ല. ഒരു മാനുസ്ക്രിപ്റ്റിൽ 3 തെറ്റുകൾ കണ്ടാൽ ആ മാനുസ്ക്രിപ്റ്റ് മുഴുവനായിട്ട് നശിപ്പിച്ചു കളയുന്ന ഒരു നിലയിലാണ് ഇവർ ഇതിനെ നോക്കിയത്. ഇതെല്ലാം പകർത്തി എഴുതി കഴിയുമ്പോൾ എത്ര വാക്കുകള്, എത്ര അക്ഷരം ഉണ്ടെന്നുള്ളത് അവർ എണ്ണി നോക്കും. പഴയതിൽ എത്രയുണ്ട്, പുതിയതിൽ എത്രയുണ്ട് എന്നുള്ളത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആ വാക്കുകളിൽ അല്ലെങ്കിൽ അക്ഷരങ്ങളിൽ വ്യത്യാസം വന്നാൽ, ഇത്ര അക്ഷരം കൂടുതൽ, അതിന് ഒരു കൃത്യമായിട്ട് നമ്പർ ഉണ്ട്, അത്രയും അക്ഷരങ്ങൾ കൂടുതലായിട്ട് വന്നാൽ അത് ആ മൊത്തം മാൻസ്ക്രിപ്റ്റിന്റെ എണ്ണം ശരിയല്ല എന്ന് വന്നാൽ ആ മാനുസ്ക്രിപ്റ്റ് മുഴുവനായിട്ട് നശിപ്പിച്ചു കളയുന്ന ഒരു നിലയിലാണ് അവരത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അത്രയും ശ്രദ്ധയോടെയാണ് ഈ പകർത്തിയെഴുത്ത് നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, വേദപുസ്തകത്തിനുള്ളത് പോലെ അത്രയും കൈയെഴുത്ത് പ്രതികൾ
മറ്റൊരു ചരിത്ര ഗ്രന്ഥത്തിനും ഇല്ല. വേദപുസ്തകത്തിന്റെ ആയിരക്കണക്കിന് ഗ്രീക്ക് പുതിയ നിയമത്തിന്റെ ആണെങ്കിൽ 5000-ത്തിലധികം കയ്യെഴുത്ത് പ്രതികളാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. പകർത്തി എഴുതപ്പെട്ടതായിരിക്കുന്ന ഗ്രീക്കിന്റെ കയ്യെഴുത്ത് പ്രതികൾ 5000-ത്തിലധികം കോപ്പികൾ നമുക്കുണ്ട്. മറ്റ് ഒരു ചരിത്ര ഗ്രന്ഥത്തിനും ഒരു സാഹിത്യപരമായിട്ട് ഏറ്റവും ഉന്നതിയിൽ നിന്നതായിരിക്കുന്ന ഒരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വേദപുസ്തകത്തിന്റെ ആ പരിപാലനവും അതിന്റെ പകർത്തിയെഴുത്തും അതിന്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എത്ര സൂക്ഷ്മമായിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത് വളരെ അലക്ഷ്യമായിട്ട് അശ്രദ്ധയോടെ ചെയ്ത കാര്യമല്ല. കൃത്യമായിട്ട് അത് അതുപോലെ തന്നെ പകർത്തി എഴുതി നമ്മുടെ കയ്യിലേക്ക് എത്തിക്കാനായിട്ട് അനേകരുടെ ശ്രമം അതിന്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നാം വിസ്മരിക്കരുത്. അവരുടെയൊക്കെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്കിതൊക്കെ ലഭിച്ചിരിക്കുന്നത്. എബ്രായ വേദപുസ്തകമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ വവൽ പോയിന്റിങ്സ് ഒന്നും ഇല്ലാതെ കൺസണൻസ് മാത്രം, ഗ്യാപ്പ് ഇല്ലാതെ, അതായത് ഇടയ്ക്ക് സ്പേസ് ഇല്ലാതെ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് അത് എഴുതിയിരുന്നത്. അതെല്ലാം കൃത്യമായിട്ട് വവൽ പോയിന്റ്സ് ഒക്കെ ഇട്ട് നമുക്കിന്ന് വായിക്കാൻ പാകത്തിന് ഒക്കെ ആക്കി തന്ന ഒത്തിരി ആളുകളുടെ വലിയ എഫേർട്ട്, വലിയ പരിശ്രമം ഇതിന്റെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇന്ന് വേദപുസ്തകം വായിക്കാനായിട്ട് കഴിയുന്നത്. അവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടതിന്റെ നിമിത്തമാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഭാഷയിൽ വേദപുസ്തകം വായിക്കാനായിട്ട് ഇടവരുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അത് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 8ാമത്തെ കാര്യം എന്ന് പറയുന്നത് ബൈബിളിന്റെ അതിശയകരമായിരിക്കുന്ന പ്രചരണമാണ്. ഞാൻ ഇത് ഒത്തിരി വിശദമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നില്ല, സമയം ഏതാണ്ട് ആയല്ലോ. നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. ഇന്ന് വേദപുസ്തകം 728 ഭാഷകളിൽ പൂർണ്ണമായിട്ടും പ്രിന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ലോകത്തിലുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട 728 ഭാഷകളിൽ പൂർണ്ണമായിട്ടുള്ള വേദപുസ്തകം ഇന്ന് ലഭ്യമാണ്. 1617 ഭാഷകളിൽ പുതിയ നിയമമുണ്ട്. 1248 ഭാഷകളിൽ ഭാഗികമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2846 ഭാഷകളിൽ പരിഭാഷ പുരോഗമിക്കുക. ഇത് കൃത്യമായിട്ട് ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന വേദപുസ്തകത്തിന്റെ പരിഭാഷയോടുള്ള ബന്ധത്തിലുള്ളതായിരിക്കുന്ന വിവരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 80,000-ത്തിലധികം, ഒരു പക്ഷെ നിങ്ങൾക്ക് അവിശ്വസനീയമായിട്ട് തോന്നാം, കാരണം ഈ പരിഭാഷകൾ എന്ന് ഉദ്ദേശിക്കുന്നത് പല വേർഷൻസ് ഉണ്ട്. ഇപ്പൊ ഇംഗ്ലീഷിൽ തന്നെ എത്രയോ 100 കണക്കിന്, അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ 100 കണക്കിന് പരിഭാഷകളുണ്ട്. ഇംഗ്ലീഷിൽ തന്നെ ഉണ്ട് 100 കണക്കിന് വേർഷൻസ് ഉണ്ട്. എന്റെ കയ്യിൽ തന്നെ ഉള്ളതായിരിക്കുന്ന ഒരു ഇലക്ട്രോണിക് സോഫ്റ്റ്വെയറിനകത്ത് തന്നെ ഏതാണ്ട് 100-നടുത്ത് പരിഭാഷകൾ അതിനകത്ത് കിടപ്പുണ്ട്. ഇംഗ്ലീഷിലുള്ളതായിരിക്കുന്ന പല വേർഷൻസ്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഷകളിലുള്ള എല്ലാ വേർഷൻസും കൂടെ എടുത്തു നോക്കിയാൽ ഏതാണ്ട് 80,000-ത്തിലധികം പരിഭാഷകൾ ഈ ബൈബിളിനുണ്ടെന്നുള്ളതാണ്. ഇന്ന് വരെ ഏതാണ്ട് 750 കോടി ബൈബിളുകളാണ് പ്രസിദ്ധീകരിച്ചത്. ഈ പുസ്തകം ഈ എണ്ണം നമുക്ക് 100 കണക്കിന് വർഷങ്ങൾക്ക് പുറകിലോട്ട് പോയാൽ കിട്ടുന്ന ഒരു കാര്യമല്ല. ഈ 750 കോടി ബൈബിൾ നമുക്കറിയാം, ഈ പ്രിന്റിംഗ് പ്രസ് ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് വളരെ വ്യാപകമായിട്ട് ബൈബിൾ പ്രചാരത്തിൽ വന്നത്. അതിനുശേഷമാണ് ഇത്രയും അധികം പുസ്തകങ്ങൾ പ്രചരിച്ചത് എന്നുള്ളത് ഓർക്കണം. മാത്രമല്ല, ഓരോ വർഷവും 10 കോടി ബൈബിളുകളാണ് പുതിയതായിട്ട് അച്ചടിക്കുന്നത്. ഞാൻ നേരത്തെ വോൾട്ടയറിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ല. 100 വർഷം കഴിയുമ്പോൾ ഇനി ബൈബിൾ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഉണ്ടാകില്ലെന്ന് പറഞ്ഞായിരിക്കുന്ന ആ വ്യക്തിയുടെ വീട്, ആ വ്യക്തി താമസിച്ചുകൊണ്ടിരുന്നായിരിക്കുന്ന ആ വീട് ഇന്ന് ഒരു ജനീവ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ ഡിപ്പോയാണ്. അവിടെ ബൈബിൾ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. 10 കോടി ബൈബിളുകളാണ് ഓരോ വർഷവും പുതിയതായിട്ട് അച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, ലോകത്തിൽ ഒരു പുസ്തകത്തിനും അവകാശപ്പെടാനായിട്ട് കഴിയില്ല മറ്റേതൊരു പുസ്തകത്തെക്കാളും അധികമായിട്ട് ഇന്ന് അച്ചടിക്കുന്ന ഒരു പുസ്തകം. ലോകത്തിൽ ഏറ്റവും അധികം പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതും ലോകത്തിൽ ഏറ്റവും അധികമായിട്ട് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് ബൈബിൾ ആണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ ബൈബിൾ നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ന് അവിടെയും പല ഭാഷകളിൽ ബൈബിളുകൾ അച്ചടിച്ച് അവിടെയും ഒക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ അവസാനത്തെ 2 കാര്യത്തിലേക്ക് വരട്ടെ. 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് ബൈബിളിന്റെ സത്യസന്ധതയാണ്. ഞാൻ വാസ്തവം പറഞ്ഞാൽ ബൈബിളിനെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ബൈബിളിന്റെ സത്യസന്ധത, സമ്പൂർണ്ണ സത്യസന്ധത എന്ന് പറയുന്നത്. ഇറ്റ്സ് ആബ്സല്യൂട്ട് ഓണസ്റ്റി. വേദപുസ്തകം സത്യസന്ധമാണെന്ന് പറയാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്നറിയാമോ? ഇത് ഒരു ലൂയിസ് പെറി ചേഫർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
മനുഷ്യന് എഴുതുവാൻ കഴിയുമായിരുന്ന ഒരു പുസ്തകമല്ല ബൈബിൾ. അഥവാ എഴുതുവാൻ കഴിയുമായിരുന്നെങ്കിൽ അവൻ എഴുതുമായിരുന്നില്ല എന്നാണ്. The Bible is not such a book a man would write if he could, or could write if he would. അത് മനുഷ്യനെ എഴുതാനായിട്ട് അവൻ ആഗ്രഹിക്കുമായിരുന്നില്ല. ഇനി ആഗ്രഹിച്ചാൽ തന്നെ അവൻ എഴുതാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ആശയം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, ദൈവം തന്റെ ചില സ്നേഹിതരുടെ ജീവിതത്തിലെ പരാജയങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വേദപുസ്തകം സത്യസന്ധമാണെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഞാൻ ഈ പറഞ്ഞത്. ചില ആളുകളെ അങ്ങ് ഷുഗർ കോട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആളുകളെ അങ്ങ് നല്ലവരാക്കി പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമമൊന്നും വേദപുസ്തകത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ചിലര് നല്ല നല്ല കാര്യങ്ങളുണ്ട് അല്ലെ, നോഹയെ കുറിച്ചും മോശയെ കുറിച്ചും ദാവീദിനെ കുറിച്ചും ഏലിയാവിനെ കുറിച്ചും പത്രോസിനെ കുറിച്ചും ഒക്കെ ഉള്ളതായിരിക്കുന്ന നല്ല കാര്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവര് തെറ്റ് ചെയ്തപ്പോ അവരുടെ തെറ്റുകൾ മൂടി വെക്കാനായിട്ട് വേദപുസ്തകം ഒരിക്കലും ശ്രമിച്ചില്ല. ദൈവവചനം ഒരിക്കലും അത് മറ്റുള്ളവരുടെ മുമ്പാകെ അവരെ എല്ലാം കളറടിച്ച് കളറ് പൂശി നല്ലവരാക്കി കാണിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല. അവരെ ഈ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ളതായിരിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല. പകരം അവർ തെറ്റ് ചെയ്തപ്പോൾ നോഹയും മോശയും ദാവീദും ഏലിയാവും പത്രോസും ആരൊക്കെ എത്ര പ്രിയപ്പെട്ടവരാണോ, ദൈവത്തിന്റെ സ്നേഹിതരായിരിക്കുന്ന, ദൈവത്തോട് വളരെ അടുത്ത് ജീവിച്ച ആൾക്കാരാണ്. എന്നാൽ അവർ തെറ്റ് ചെയ്തപ്പോൾ അവരുടെ തെറ്റുകൾ വേദപുസ്തകം വെളിപ്പെടുത്തി എന്നുള്ളത് അതിന്റെ സത്യസന്ധതയ്ക്ക് തെളിവാണ്. രണ്ട്, ദൈവം തന്റെ ചില ശത്രുക്കളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട്. തന്റെ സ്നേഹിതരെ കുറിച്ച് അവരുടെ പരാജയങ്ങളെ കുറിച്ച് പറഞ്ഞ് മാത്രമല്ല, ചില ശത്രുക്കളെ കുറിച്ച് നല്ലതും പറഞ്ഞിട്ടുണ്ട്. ഏശാവിനെ കുറിച്ച്, അർത്ഥശ്രേഷ്ഠ രാജാവിനെ കുറിച്ച്, ദാര്യാവേശിനെ കുറിച്ച്, അതുപോലെ തന്നെ ഗമാലിയേൽ, യൂലിയോസ് എന്ന് പറയുന്നതായിരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ വളരെ നല്ല ചില കാര്യങ്ങൾ ഈ വ്യക്തികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വേദപുസ്തകത്തിന്റെ സത്യസന്ധതയ്ക്ക് തെളിവായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, ദൈവം തന്റെ വചനത്തിൽ മനുഷ്യനെ അപ്രിയമായിരിക്കുന്ന ചില സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യനെ കേൾക്കാൻ ഇഷ്ടമില്ലാത്തതായിരിക്കുന്ന ചില കാര്യങ്ങൾ, മനുഷ്യന്റെ സമ്പൂർണ്ണമായിരിക്കുന്ന അധഃപതനം, നിത്യശിക്ഷാവിധി, അഗ്നി നരകം, ഇതൊന്നും മനുഷ്യനെ കേൾക്കാനായിട്ട് ഇഷ്ടമുള്ളതായിരിക്കുന്ന കാര്യമൊന്നുമല്ല. ചില പുസ്തകങ്ങളിലൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന, അവരെയൊക്കെ സന്തോഷിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന, ഭാവിയിൽ കിട്ടാൻ പോകുന്നതായിരിക്കുന്ന വലിയ മനുഷ്യന്റെ ജഡത്തിന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന മോഹന വാഗ്ദാനങ്ങളൊക്കെയാണ് പല പുസ്തകങ്ങളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. എന്നാൽ വേദപുസ്തകം അങ്ങനെയല്ല പറയുന്നത്. വേദപുസ്തകം നിത്യശിക്ഷാവിധിയെക്കുറിച്ചും വലിയ അപകടത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവമക്കൾക്ക് നിത്യമായിരിക്കുന്ന സ്വർഗം അത് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ അപ്പുറത്ത് മനുഷ്യർക്ക് ആർക്കും ഇഷ്ടമില്ലാത്തതായിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ബൈബിളിന്റെ സത്യസന്ധതയാണ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. അവസാനമായി 10ാമത്തെ കാര്യം, ഇത് നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള ബൈബിളിന്റെ അത്ഭുതകരമായിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ദ ലൈഫ് ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ദ ബൈബിൾ. വേദപുസ്തകത്തെ പോലെ ഇതുപോലെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി, ഞാൻ നേരത്തെ പറഞ്ഞ കാടന്മാരെ രൂപാന്തരപ്പെടുത്തിയ കാര്യത്തെ കുറിച്ചല്ല, ഏതൊരു മനുഷ്യനോടല്ല ബന്ധത്തിൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരെ ജീവിപ്പിക്കുന്ന വചനമാണ് ബൈബിൾ എന്ന് പറയുന്നത്. പാപത്തിൽ മരിച്ചു കിടക്കുന്നവരെ നിത്യജീവനിലേക്ക്, അഥവാ അവർക്ക് വീണ്ടും ജനനം നൽകുന്നതായിരിക്കുന്ന വചനമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. പത്രോസ് 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നമുക്കത് കാണാനായിട്ട് കഴിയും. പാറ പോലെ കഠിനമായിരിക്കുന്ന ഹൃദയത്തെ തകർക്കുന്ന ചുറ്റികയാണ് വിശുദ്ധ ബൈബിൾ. എത്ര കഠിന ഹൃദയത്തെയും തകർക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയുള്ളതായിരിക്കുന്ന ഒരു ആയുധമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു മനുഷ്യരെ രൂപാന്തരപ്പെടുത്തിയതായിരിക്കുന്ന ഒരു കാര്യം, വിശ്വാസി ആത്മീയമായിട്ട് വളർത്തി വിശുദ്ധീകരിക്കുന്ന ആണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു വിശ്വാസി അന്ധകാരത്തിൽ നിന്ന് അകറ്റി വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് വിശുദ്ധ ബൈബിൾ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയിലേക്കും വലിയ നന്മയിലേക്കും നയിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഈ ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതിനെ സ്നേഹിക്കാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് കാരണമാണ്? അത് ആ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. ദ ബൈബിൾ ഈസ് വാട്ട്സ് യുവർ എക്സ്ക്യൂസ് ഫോർ നോട്ട് ലവിങ് ഇറ്റ്? അതിനെ സ്നേഹിക്കാതിരിക്കാൻ, അതിനെ വായിക്കാതിരിക്കാൻ, അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാതിരിക്കാനായിട്ട്, അതിനെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമായിട്ട് കരുതാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് എക്സ്ക്യൂസ് ആണ്? ഇത്രയും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പുസ്തകം, അതുല്യമായിരിക്കുന്ന ഒരു പുസ്തകം, ദൈവവചനം, അതിനെ ചേർത്ത് പിടിച്ചതായിരിക്കുന്ന അനേകരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തെ അത് പ്രകാശപൂരിതമാക്കി നന്മയിലേക്ക് നയിച്ചു, അനുഗ്രഹത്തിന്റെ സമൃദ്ധിയിലേക്ക് നയിച്ചു. ഞാൻ ഭൗമികമായിരിക്കുന്ന കാര്യങ്ങളല്ല, ആത്മീയമായിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വലിയ അനുഗ്രഹത്തിലേക്കും അതിന്റെ സമൃദ്ധിയിലേക്കും
നയിച്ചതായിരിക്കുന്ന ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ പുസ്തകം നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുകയാണ്. അതുല്യമായിരിക്കും. പക്ഷെ ഇതുപോലൊരു പുസ്തകം വേറെ. എന്നാൽ നമ്മൾ എത്രമാത്രം ആ പുസ്തകം വായിക്കുന്നുണ്ട്, നമ്മൾ എത്രമാത്രം ആ പുസ്തകം ധ്യാനിക്കുന്നുണ്ട്, എത്രമാത്രം ആ പുസ്തകം പഠിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനേക മണിക്കൂറുകൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും. രാവിലെ എഴുന്നേറ്റ് നാം ആദ്യം എടുക്കുന്നത് എന്താണെന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഈ പുസ്തകത്തെ എത്രമാത്രം ഒഴിവാക്കുന്നുണ്ട്, അവഗണിക്കുന്നു. എന്നാൽ ഈ പുസ്തകത്തെ നമുക്ക് സ്നേഹിക്കാം, ഈ പുസ്തകത്തെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. അതിനുള്ളതായിരിക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവ ആ സ്വരൂപത്തിലേക്ക് നമ്മെ മാറ്റാൻ, ക്രിസ്തുവിന്റെ ആ സ്വരൂപത്തിലേക്ക്, സാദൃശ്യത്തിലേക്ക് നമ്മെ മാറ്റുവാനായിട്ട് ഈ വചനത്തിന് ശക്തിയുണ്ട്. അതിനായിട്ട് ഈ വചനം നമ്മെ സഹായിക്കട്ടെ, ഈ പഠനം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട വരും ദിവസങ്ങളിൽ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകാം. അതിനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാണ്.